ഒരു നേതാവ് ഒരു കാര്യം പറയുമ്പോൾ ആ രാജ്യം അതിനെ എത്ര വലിയ രീതിയിൽ ഏറ്റെടുക്കും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ലക്ഷദ്വീപ്. നമ്മുടെ ലക്ഷദ്വീപ് വന്നൊന്ന് കാണാൻ മാത്രമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. ഇതോടുകൂടി തന്നെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു ഹബ്ബാണ് എന്ന് സ്വയം വീമ്പിളക്കിയിരുന്ന മാൽദ്വീപിന്റെ കരണ തടിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പലരും വിദേശ ടൂറിസം അല്ലെങ്കിൽ അത്തരം ഒരു കേന്ദ്രങ്ങളാക്കി മാറ്റിയ മാൽദ്വീപിനേക്കാൾ വലിയ രീതിയിൽ ഇന്ത്യയിലെ ഈ മനോഹരമായ ദ്വീപ സമൂഹത്തെ തിരഞ്ഞെടുക്കാൻ ഒറ്റ കാരണം അദ്ദേഹത്തിന്റെ വാക്ക് മാത്രമാണ്. ഇപ്പോൾ 2020 വെറും 3875 വിനോദസഞ്ചാരികൾ മാത്രം എത്തിയിരുന്ന ലക്ഷദ്വീപിൽ 2024 കൂടി തന്നെ ആ എണ്ണം 68,324 ഉയരുകയാണ് ചെയ്തത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപേ അതുവരെ ഇന്ത്യയിലെ പലർക്കും ലക്ഷദ്വീപ് എന്ന പേര് അവിടെ കേട്ട് അറിവ് മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് പോകണം, ആ സൗന്ദര്യം നേരിലൊന്ന് കാണണമെന്ന ആഗ്രഹം പലർക്കും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ വിനോദസഞ്ചാര മാപ്പിൽ പോലും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സ്വർഗഭൂമി തന്നെയായിരുന്നു ലക്ഷദ്വീപ്. എന്നാൽ 2024 ജനുവരിയിൽ ആ സംഭവം എല്ലാം മാറ്റിമറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചു. അവിടുത്തെ നീലക്കടലും വെള്ള മണൽ തരികളും സാഹസിക വിനോദങ്ങളും ലോകത്തിന് മുന്നിൽ അദ്ദേഹം പങ്കുവച്ചു. സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടമാണ് ലക്ഷദ്വീപ് എന്ന് അദ്ദേഹം ഒരൊറ്റ വാചകം മാത്രം പറയുകയാണ് ഉണ്ടായത്. അതാകട്ടെ രാജ്യത്താകമാനം വലിയ തരംഗമായി തന്നെ മാറി. അതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ലക്ഷദ്വീപ് വളരെ ട്രെൻഡായി മാറുകയായിരുന്നു. പലരും വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മാൽദ്വീപിനേക്കാൾ ഇന്ത്യയിലെ ഈ മനോഹരമായ ദ്വീപ സമൂഹത്തെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്ത് ഇത്രയധികം മനോഹരമായ ഒരു ഇടമുണ്ടോ എന്ന ആശയത്തോടെയായിരുന്നു ആളുകൾ ലക്ഷദ്വീപിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ പുറത്തുനിന്ന് വന്നിരിക്കുന്ന RTI കണക്കുകൾ ഈ മാറ്റത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. 2020 വെറും 3875 വിനോദസഞ്ചാരികൾ മാത്രം എത്തിയിരുന്ന ലക്ഷദ്വീപിൽ ഇന്ന് 2024 ആയപ്പോഴേക്കും 68,328 തന്നെ അത് ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ദ്വീപ സമൂഹത്തിനായി ഇതുണ്ടാക്കിയത് ഒരു സാധാരണ വളർച്ചയല്ല, ചരിത്രപരമായ ഒരു ഉയർച്ചയാണ്. ഇത് വെറും ടൂറിസത്തിന്റെ വളർച്ച മാത്രമായിരുന്നില്ല, ഇന്ത്യക്കാർ സ്വന്തം രാജ്യത്തിന്റെ സൗന്ദര്യത്തെ പുതുതായി തന്നെ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു. ലക്ഷദ്വീപിന്റെ ടൂറിസം വളർന്നതോടുകൂടി തന്നെ അവിടുത്തെ പ്രാദേശിക ജനങ്ങൾക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ലഭിച്ചത്. റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, വാട്ടർ സ്പോർട്സ്, ലോക്കൽ ബിസിനസ്സുകൾ എല്ലാം തന്നെ പുതിയ പ്രതീക്ഷയിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു യാത്ര കേന്ദ്രത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു പ്രവചനം മതിയാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം മതിയാകും എന്നതായിരുന്നു ഇവിടെ ഈ ഒരു രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് തെളിയിക്കപ്പെട്ടത്. മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ തന്നെ ഭാരതത്തെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ചുകൊണ്ട് മാൽദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയപ്പോൾ ബോയ്ക്കോട്ട് മാൽദ്വീപ് ക്യാമ്പയിനിലൂടെ തന്നെ മാൽദ്വീപിന്റെ സാമ്പത്തിക അടിത്തറ തകർത്തുകൊണ്ട് ലക്ഷദ്വീപിനെ ഭാരതീയർ ആഗോള ടൂറിസത്തിന്റെ പുതിയ ഒരു സിംബലാക്കി മാറ്റുകയാണ് ചെയ്തത്. 2023 46,551 ആയിരുന്ന ലക്ഷദ്വീപിലെ ടൂറിസ്റ്റുകളുടെ എണ്ണം ഒരൊറ്റ വർഷം കൊണ്ട് 47% വർദ്ധിച്ചപ്പോൾ മാൽദ്വീപിലേക്ക് പോയിരുന്ന ഭാരതീയരുടെ എണ്ണത്തിൽ 37.5% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാൽദ്വീപിന്റെ ടൂറിസം വിപണിയിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇതോടുകൂടി തന്നെ 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇറാൻ യുദ്ധം മൂലം ആഗോളതലത്തിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന ഈ ഒരു വർത്തമാന സാഹചര്യത്തിലാണ് വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയർക്ക് മുന്നിൽ വെച്ച പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ലക്ഷദ്വീപ് മോഡൽ വീണ്ടും ചർച്ചയാകുന്നത്. അനാവശ്യമായ വിദേശ യാത്രകൾ ഒഴിവാക്കുക, ഇന്ധന ഉപഭോഗം കുറയ്ക്കുക, പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുക, സ്വർണ്ണ നിക്ഷേപങ്ങൾ തൽക്കാലത്തേക്ക് നീട്ടിവെക്കുക തുടങ്ങിയ മോദിയുടെ ആഹ്വാനങ്ങൾ രാജ്യം എത്രത്തോളം ഗൗരവത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നത് വ്യക്തമാക്കാൻ ലക്ഷദ്വീപിന്റെ ഈ ഒരു ചരിത്ര വിജയം തന്നെയാണ് ഇവിടെ മികച്ച ഉദാഹരണമായി പറയുന്നത്. പ്രധാനമന്ത്രി ഒരു സാമ്പത്തിക നയത്തെ ദേശീയ വികാരവുമായി ബന്ധിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതിൽ ഭാരതീയ സമൂഹം അതിനനുകൂലമായി തന്നെ തങ്ങളുടെ ശീലങ്ങൾ മാറ്റുമെന്ന് അവിടെ ഉറപ്പാണ്. ഇതിൽ അസൂയാലുക്കളായ മറ്റു രാജ്യങ്ങൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനം. വൻകിട സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസർമാര് പോലും യാത്രാ പ്ലാറ്റ്ഫോമുകളും മോദിയുടെ ആഹ്വാനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടി തന്നെ ലക്ഷദ്വീപ് ഒരു ടൂറിസം കേന്ദ്രം എന്നതിലുപരിയായി തന്നെ ഭാരതത്തിന്റെ ആത്മനിർഭരതയുടെ പ്രതീകമായി തന്നെ മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.